ചെറുകിട മത്സ്യക്കച്ചവട കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് വീട് വെച്ച് നൽകി. കൊല്ലം മങ്ങാട് അപ്പോളോ നഗർ ഫാത്തിമ മൻസിലിൽ സിദ്ദീഖിനാണ് സഹപ്രവർത്തകർ വീട് വെച്ച് നൽകിയത്. ചെറുകിട മത്സ്യത്തൊഴിലാളിയായ സിദ്ദീഖ് നട്ടെല്ലുവേദനയെ തുടർന്ന് മത്സ്യക്കച്ചവടത്തിന് പോകാത്ത അവസ്ഥയിലായിരുന്നു. പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്നതാണ് സിദ്ദീഖിന്റെ കുടുംബം. 3 സെന്റ് സ്ഥലത്ത് പലക കൊണ്ട് മറച്ച വീട്ടിലായിരുന്നു സിദ്ദീഖ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ട കൂട്ടായ്മയിലെ അംഗങ്ങൾ സിദ്ദീഖിന് അടച്ചുറപ്പുള്ള ഒരു വീട് നൽകണമെന്ന ആശയത്തിലൂടെയാണ് പുതിയ ഭവനം നിർമ്മിച്ച് വീടിന്റെ പാലുകാച്ച് നടത്തി താക്കോൽ കൈമാറിയത്. ചെറുകിട മത്സ്യ കൂട്ടായ്മയിൽ ഞാൻ അങ്ങനത്തെ ചേർന്ന് അവർ വന്ന് ഞാൻ സുഖമില്ലാതെ കിടന്നതാണ്. ഞാൻ നടുവിന് പ്രശ്നമായിട്ട് കിടന്ന് അങ്ങനെ അവർ വന്ന് വീട് കണ്ട് വീട് മൊത്തം ചോരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഇവരെല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് എനിക്കൊരു വീട് റെഡിയാക്കി തന്നു ഇവരെല്ലാവരും കൂടെ. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനവും താക്കോൽദാനവും ഇരവിപുരം MLA M. നൌഷാദ് നിർവഹിച്ചു. ഒരാളിന്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് അത് സ്വരൂപിച്ച് അദ്ദേഹത്തിനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ആ തീരുമാനം സമയബന്ധിതമായി ഫലപ്രദമായി പൂർത്തീകരിക്കുകയും ചെയ്തു. യോഗത്തിന് കൂട്ടായ്മ പ്രസിഡന്റ് ഷംനാദ് അബ്ദുൽ കലാം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കിഷോർ സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർ സുജാകൃഷ്ണൻ, കിളികൊല്ലൂർ SI സുധീർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. 60 പേർ അടങ്ങുന്ന ഈ സംഘടനയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിവരുന്നത്. തുടർന്നും കിടപ്പ് രോഗികൾക്കും ശാരീരികമായ അസുഖമുള്ളവർക്കും വേണ്ടുന്ന സഹായങ്ങൾ നൽകുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.